ഹലോ ഗൈസ്, നിങ്ങൾ അറിഞ്ഞു കാണും നമ്മുടെ ഊബറിലും റാപ്പിഡോയിലും ഒക്കെ ഇപ്പോൾ ബൈക്ക് ടാക്സി അവൈലബിൾ ആണ്. ഞാനപ്പോൾ ഇന്ന് അതൊന്ന് ബുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കമ്പാരിറ്റീവ്ലി നമുക്ക് ബൈക്കിന് നല്ല എമൗണ്ട് കുറവാണ്. പലർക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് അറിയില്ല. എനിക്ക് തോന്നുന്നു നമുക്കിപ്പം ഒരാളായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ബൈക്ക് ടാക്സി തന്നെ ആയിരിക്കും നല്ലത്. ഞാനിത് ബുക്ക് ചെയ്യാൻ നേരം ഒരു 94 രൂപയാണ് കാണിച്ചത്. ആ സമയത്ത് ആരും പിക്കപ്പ് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കിയെങ്കിലും ആരും എടുക്കുന്നില്ലായിരുന്നു. പിന്നീട് ഞാനൊരു 10 റുപ്പീസ് ടിപ്പ് ആഡ് ചെയ്തതിന് ശേഷമാണ് പിക്കപ്പ് ആയത്. നമുക്കിപ്പോൾ ടിപ്പ് കൂടെ കൂട്ടിയിട്ട് നമുക്ക് 12 കിലോമീറ്റർ പോകാനായിട്ട് 106 രൂപയാണ് ആയത്. ഞാൻ ഹെൽമെറ്റൊക്കെ ആയിട്ടാണ് പോയത്. സാധാരണ അവർ ഹെൽമെറ്റ് കൊണ്ടുവരും, പക്ഷേ എൻ്റെ വണ്ടി എടുക്കാനായിട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് കൈ കൊണ്ടുപോയത്. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. ബൈക്ക് ടാക്സിക്ക് അങ്ങനെ പ്രത്യേകം യൂണിഫോമോ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റിൽ അങ്ങനെ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ മാസം മാർച്ച് 18-ാം തീയതിയാണ് ബൈക്ക് ടാക്സി നമുക്കിവിടെ ലഭ്യമായി തുടങ്ങിയത്. പാർട്ട് ടൈമായിട്ട് ഒരു ജോലിയൊക്കെ നോക്കുന്നവർക്ക് ഈസി ആയിട്ട് നമുക്കിത് രജിസ്റ്റർ ചെയ്ത് ഓടാവുന്നതാണ്. രജിസ്ട്രേഷനൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടോ ഒക്കെ ഓടാവുന്നതാണ്. നമുക്കിപ്പം നൈറ്റ് ഓടുമ്പോഴത്തേക്കും അതിന് ബോണസോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നമ്മുടെ കൊച്ചിയിൽ ഈ തിരക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബൈക്ക് ടാക്സി ആണെങ്കിൽ ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതിൽ ജോബായിട്ട് ആർക്കെങ്കിലും ഓടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എന്തൊക്കെ രീതിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അതിനകത്ത് പറയാം. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.